പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വചനജാലകം എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം കുറേ ആഴ്ചകളായി നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായമാണ് ധ്യാനിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ഒരുമിച്ച് ദൈവവചനം ധ്യാനിച്ചത്. അവിടെ പരീശരുടെയും ഹേരോദാവിൻ്റെയും പുളിച്ച മാവിനെ സൂക്ഷിക്കുവാനുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പാണ് നാം ശ്രദ്ധിച്ചത്. ഈ എപ്പിസോഡിൽ ആ വേദഭാഗം തന്നെ നമ്മൾ തുടരുവാൻ താല്പര്യപ്പെടുകയാണ്. പരീശരുടെ പുളിച്ച മാവിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഹേരോദാവിൻ്റെ പുളിച്ച മാവ് എന്ന വിഷയം പ്രാരംഭത്തിൽ നമുക്ക് തുടങ്ങുകയും അതിനുശേഷം വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയാതെ ഇരുന്ന ശിഷ്യന്മാരുടെ കഠിന ഹൃദയത്തെക്കുറിച്ചും ചിന്തിച്ച് മുന്നോട്ട് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു എന്നോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. സാജു ബ്രദറെ, ഹേരോദാവിൻ്റെ ഈ പുളിച്ച മാവ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചില്ല. അപ്പം പുളിച്ച മാവ് ജനറലി പ്രത്യേകിച്ച് ഫരീസയരോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പറഞ്ഞത്. 1, ദുരുപദേശമാണെന്ന് പറഞ്ഞു. 2, അൺജഡ്ജ്ഡ് സിൻ, പാപം ഉള്ളപ്പോൾ അത് വിധിക്കപ്പെടാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ. 3-ാമത് നമ്മൾ ചിന്തിച്ചതാണ് ലൂക്കോസ് 12:1 അടിസ്ഥാനത്തിൽ ഹിപ്പോക്രസി, കപടഭക്തി. അതും പുളിച്ച മാവായിട്ട് വേദപുസ്തകം ചിത്രീകരിക്കുന്നുണ്ട്. അതോട് ചേർന്ന് നമ്മൾ ചിന്തിച്ചതാണ് ഈ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് മേൽ കിടക്കുന്ന ഒരു സൈൻ അന്വേഷിച്ചുകൊണ്ടാണ് ഈ ഫരീസയരൊക്കെ വരുന്നത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലും ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മളതൊന്ന് വ്യാഖ്യാനിക്കുകയുണ്ടായി. എന്നാൽ ഹേരോദാവിൻ്റെ പുളിച്ച മാവ് എന്ന വിഷയം നമ്മൾ ആ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞില്ല. തീർച്ചയായിട്ടും ഈ സൈനിനോടുള്ള ബന്ധത്തിൽ അവർക്കും അത് ആപ്ലിക്കബിളാണ്. കാരണം അങ്ങനെ ഹേരോദ് സൈൻ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെയും തിരുവെഴുത്തിൽ ഹേരോദിൻ്റെ പുളിച്ച മാവിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഒന്ന് പറയാം. ശരിക്കും പരീശന്മാരുടെ പുളിച്ച മാവ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പരീശന്മാരുടെ പുളിച്ച മാവ് എന്ന് പറയുന്നത് പ്രധാനമായും പ്രകടനാത്മകമായ മതം എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ അധ്യായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം എന്നോട് അകന്നിരിക്കുന്നു. ഹിപ്പോക്രസി. എന്നാൽ ഈ പരീശന്മാർ മതത്തിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്ന ഒരു സമൂഹമാണെങ്കിൽ ഹേരോദ്യർ എന്ന് പറയുന്ന ആളുകൾ അവർ കുറച്ചുകൂടെ ഡിഫറൻ്റാണ്. അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിലീജിയനെയും അഥവാ ആത്മീയതയും, ആത്മീയത എന്നുള്ള വാക്ക് അവർക്ക് കറക്റ്റായിട്ട് യോജിക്കുന്നില്ലെന്ന് പറയാം. കാര്യം അല്ലെങ്കിൽ മതത്തെയും രാഷ്ട്രീയത്തെയും ഒരുമിച്ച് ചേർത്ത് കൂട്ടിക്കലർത്തി കൊണ്ടുപോകുന്ന ആളുകൾ എന്ന നിലയിലാണ്. അതായത് ഹേരോദാവ് ഒരു രാജാവാണ്. ഹി വാസ് എ ഹാഫ് ജ്യൂ. അപ്പോൾ ഹേരോദാവിൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളെ രാജാക്കന്മാരായിട്ട് പ്രധാനമായും ദാവീദിൻ്റെ സിംഹാസനത്തിൽ അവരെ ഇരുത്തത്തക്ക രീതിയിലുള്ള ആ ഒരു, അതായത് റോമിനോടുള്ള ബന്ധത്തിൽ ഹേരോദാവിൻ്റെ തലമുറയ്ക്കാണ് ഒരു രാജഭരണത്തിന് പറ്റുന്നതെന്നൊക്കെ ചിന്തിച്ചിരുന്നവരായ ആളുകളാണ് ഹേരോദ്യർ. അവരുടെ പ്രധാനപ്പെട്ട ചിന്താഗതി എന്ന് പറയുന്നത് ദൈവം വേണം. പക്ഷെ ദൈവം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഭരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി അഥവാ ദൈവത്തിൻ്റെ ഒരു ഫേവർ നമുക്ക് ആവശ്യമാണെന്ന് ചിന്തിക്കുന്നവരായ ആളുകൾ രാഷ്ട്രീയത്തെയും മതത്തെയും ഒരുമിച്ച് കൂട്ടിക്കലർത്തിക്കൊണ്ടു പോവുകയും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ദൈവഭക്തി അതുമുണ്ട്. പക്ഷേ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുക എന്നുള്ളതാണ്. പല യഹൂദന്മാരും ഹേരോദിൻ്റെ ഈ ഭരണത്തിൽ അക്ഷരീക ദൈവരാജ്യം ഉണ്ട് എന്ന് ചിന്തിച്ച ആളുകളുണ്ട്. അതായത് ഇപ്പോൾ ഭരിക്കുന്നത് ഹേരോദാവാണ്.
ഹേരോദാവ് അതായത് റോമിൻ്റെ കീഴിലല്ല എന്നുള്ളതാണ് അവരുടെ ഒരു ആശ്വാസം. അതെ. അതുകൊണ്ട് ഹേരോദാവിൻ്റെ ഭരണം ദൈവം പ്ലാൻ ചെയ്തതാണെന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ഈ ഹേരോദാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഹേരോദാവ് ഒരു മതവിരോധിയല്ല. ഇപ്പോൾ റോമൻ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞാൽ മതവിരോധം അല്ലെങ്കിൽ ആത്മീയതയോട് അല്ലെങ്കിൽ യഹൂദ വിരോധമൊക്കെ അവർക്കുണ്ട്. ഇതല്ല, അവർ യഹൂദന്മാരെ കൂടെ ചേർത്തുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ആത്മീയം ഉണ്ട് താനും. അവിടെ ശരിക്കും ഹേരോദാവിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഹേരോദാവ് യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കും. അതെല്ലാം ഹേരോദാവിന് സന്തോഷമാണ്. എന്ന് തന്നെയല്ല, വേണമെങ്കിൽ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാനും തയ്യാറാണ്. അതെ. എന്ന് തന്നെയല്ല, യേശു ഉയർത്തെഴുന്നേറ്റു അല്ലെങ്കിൽ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ് യേശു എന്നൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലെവലിൽ ഇതിനെല്ലാം കാണാനായിട്ട് ഹേരോദ്യ ആളുകൾ തയ്യാറാണ്. അദ്ദേഹം ഈ റിലീജിയൻ ഉപയോഗിക്കുന്നത് ഈ അക്ഷരികമായ രാജ്യ ഫേമാക്കാനും അതിനുവേണ്ടി, അതിന്റെ സ്ഥാപനത്തിനും വേണ്ടിയാണ്. അതായത് ഇന്ന് ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് ഇന്നും ഈ ആത്മീക കാര്യങ്ങൾ സംസാരിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യുകയും എന്നാൽ ഹിഡനായിട്ട് രാഷ്ട്രീയ അജണ്ടകൾ ഉള്ളതായ ഒരു സമൂഹം. വ്യാപകമായ വാസ്തവത്തിൽ നമ്മൾ അതല്ലേ കാണുന്നത്. ഇന്ന് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടി ആത്മീയത ഉപയോഗിക്കുക. അങ്ങനെ ഒരു ഹിഡൻ അജണ്ടയാണ് പലയിടത്തും വ്യാപകമായി നമ്മൾ കാണുന്നത്. അത് ഇതിനോട് നമുക്ക് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറ്റും. എന്ന് തന്നെയല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മാനസാന്തരമൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവർക്ക്. ഇപ്പം ഹേരോദാവ് യോഹന്നാന്റെ പ്രസംഗം കേട്ടപ്പോൾ അവൻ പ്രസംഗം കേട്ടു എന്ന് തന്നെയല്ല, യോഹന്നാൻ സ്നാപകനെ നീതിമാനായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രവാചകനായിട്ടൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ കാരാഗൃഹത്തിൽ അടച്ചുപൂട്ടുകയും ചെയ്തു, ഒളി തലവെട്ടുകയും ചെയ്തു. അതായത് സ്വന്തം മഹിമയ്ക്ക് വേണ്ടി അഥവാ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കൊലപാതകം നടത്താൻ പോലും മടിയില്ലാത്തവരായ ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു ഹിഡൻ അജണ്ട ഉള്ള ഒരു സമൂഹം എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പാസ്റ്റർ പറഞ്ഞതുപോലെ ഇന്ന് ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ എന്തിനാണ് ആത്മീയത ഉപയോഗിക്കുന്നതെന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. അഥവാ നമ്മളെന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവേ ഉള്ള ആത്മീയത എന്തിനാണ്? ഇവിടെ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. ഭൂമിയിലൊരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി. രാജ്യം സ്ഥാപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ രാജാവും മറ്റുമല്ല, എനിക്ക് എൻ്റെ ഒരു സാമ്രാജ്യം ഇവിടെ ഭൂമിയിലുണ്ടാക്കാൻ, എനിക്ക് പണം ഉണ്ടാക്കാൻ, എനിക്ക് പ്രശസ്തി ഉണ്ടാക്കാൻ, എനിക്ക് ഇവിടെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് ഞാൻ വേണമെങ്കിൽ ദൈവത്തെയും വിളിക്കും. അങ്ങനെയല്ലേ ഇന്ന് കൂടുതൽ ആളുകളും ദൈവത്തെ വിളിക്കുന്നത്? മിക്കപ്പോഴും ഈ ആയുസ്സിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്ന നിലയിലുള്ള ഒരു ആത്മീയത നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നത് ഒരു സ്വാഭാവികമായി ഇന്ന് നമ്മൾ കാണുന്നതായ ഒരു കാര്യമാണ്. അല്ലാതെ നിത്യതയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആത്മീയത അല്ലല്ലോ. അതല്ല ഇന്ന് പ്രസംഗകർ പോലും പഠിപ്പിക്കുന്നത്. അതാണ് ഇന്നത്തെ പ്രശ്നം. പ്രസംഗകരും പറയുന്നത് ഇവിടെ നിനക്ക് എന്ത് ലഭിക്കും എന്നാണ്. നമ്മൾ ഈ ക്രൂസൈലൊക്കെ വായിച്ച് കേട്ട് കഴിഞ്ഞാലും അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒന്ന് രണ്ട് വാക്കുകൾ എംഫസൈസ് ചെയ്ത് പറയുന്നു. റൈറ്റ് നൗ, ഇപ്പോൾ, ഇപ്പോൾ, ഇപ്പോൾ തന്നെ, ഹിയർ, ഇവിടെ, ഇപ്പോൾ. എന്നാൽ യഥാർത്ഥ ആത്മീയത അവിടെ, അപ്പോൾ എന്ന് പറയുന്നതാണ് യഥാർത്ഥ ആത്മീയത. ഇവിടുത്തേത് ഇവിടെ, ഇപ്പോൾ. അതൊന്നും ഭയങ്കര എംഫസിസ് ആണ്. ഇപ്പോൾ തന്നെ, ഇവിടെ, റൈറ്റ് നൗ. ഇത് എല്ലാ ക്രൂസൈഡിലും കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആളുകളെ ഈ ആയുസ്സിലെ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് അവർ യേശുവിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആത്മീയത ഭൗമികമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ ഹേരോദ്യ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നതാണ്, അവരെ വിളിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ദേ ആർ ബേസിക്കലി ഹേരോദ്യ ക്രിസ്ത്യാനികൾ. കാര്യം അവർക്ക് ഇവിടെ ഒരു സാമ്രാജ്യം വേണം. അതിനുവേണ്ടി അവർ ദൈവത്തെ ഉപയോഗിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി ആരാധിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി ദശാംശം കൊടുക്കാൻ തയ്യാറാണ്. കാശ് ചോദിച്ചു വാങ്ങിക്കുന്ന ആളുകളും ഉണ്ട്. ഏതാ ഇത്? ഇവിടെ QR കോഡാ നമ്മുടെ ടി വിയിൽ കാണിക്കുന്നത്. QR കോഡ്. കോഡ്. അപ്പം നമ്മൾ സ്കാൻ ചെയ്ത് ഉടനെ തന്നെ പൈസ പോകത്തൊക്കെ മതി. അതെ. അപ്പം എല്ലാം ഇലക്ട്രോണിക് ആയതോടുകൂടി ഉണ്ടായ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ. അപ്പോൾ എന്നാൽ നമ്മൾ 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ
പൗലോസ് തന്നെ പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടര. അരിഷ്ടരത്രേ. നോക്കുക, നമ്മുടെ ആത്മീയത എങ്ങോട്ട് പോയി നിൽക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം ഇവിടെ എത്ര പേർക്കുണ്ട്? നമ്മുടെ ആത്മീയത നിത്യതയുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്ന ആളുകൾ എത്രയുണ്ട്? ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇന്നിപ്പോൾ സഭായോഗം കഴിഞ്ഞ് അവസാനം പണ്ട് തൊട്ട് പറഞ്ഞു വന്നു വരുന്ന ഒരു വാക്കുണ്ട്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണേ. ഞാൻ ചോദിക്കുന്നത്, ഇത് വളരെ സിൻസിയറായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, യേശുവേ ഇന്ന് വരുമോ കർത്താവേ, നീ വരാതെ എനിക്ക് യാതൊരു രീതിയിലും ഒരു രക്ഷയില്ല, ഐ വോണ്ട് യു ടു കം ടുഡേ എന്ന് വല്ലതും പ്രാർത്ഥിച്ചോ? നമ്മൾ ആലോചിച്ചോ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഈ പ്രകടനാത്മക മതം പിന്നെയും വരും. ഏതാ? നമ്മൾ ഇത്രയും നാൾ കേട്ട് പഠിച്ചതായ ഒരു വാക്ക്, ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. നിത്യതയുമായി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യാത്രത്തോളം കാലം നമ്മൾ ഹേരോദ്യ ക്രിസ്ത്യാനികളാണ് എന്നാണ് നമ്മളെ വിളിക്കേണ്ടത്. ഹേരോദാവിൻ്റെ അനുയായികളാണ്. ഇന്ന് പ്രസംഗകർ തന്നെ പലരും ഹേരോദ്യരാണ്. കാരണം അവർ ആത്മീകമായ കാര്യങ്ങളെക്കുറിച്ചോ നിത്യതയുടെ കാര്യങ്ങളോ അല്ല സംസാരിക്കുന്നത്, ഭൂമിയിലെ കാര്യങ്ങൾ. ദൈവവചനം പറയുന്നത് പോലെ അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. പ്രസംഗം പോലും ലൗകികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം. എന്തൊരു കഷ്ടമാണിത്! അതാണ് ഹേരോദാവിൻ്റെ പുളിച്ച മാവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ശിഷ്യന്മാരെ കർത്താവ് വാൺ ചെയ്യുകയാണ്. 16-ാം വാക്യത്തിൽ നമുക്ക് അപ്പം ഇല്ലായ്കയാൽ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ശിഷ്യന്മാരത് ഗ്രഹിക്കുന്നില്ല, കർത്താവ് ഈ പറയുന്ന കാര്യങ്ങൾ. അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്, അപ്പം ഇല്ലായ്കയാൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? അവരുടെ ഹൃദയം ഹാർഡൻഡായിപ്പോയി. കർത്താവ് പറയുന്ന മുന്നറിയിപ്പ് ഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ പോലും ഹൃദയത്തിൽ ഇത് ഗ്രഹിക്കുന്നില്ല എന്നതാണ് കർത്താവ് പറയുന്നത്. കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്നവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ സാജു ബ്രദറെ, നമ്മളെ വളരെ ചിന്തിപ്പിക്കേണ്ട കാര്യം, ഇവർ സമർപ്പിക്കപ്പെട്ട ആളുകളാണ്, കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. ഏകദേശം 1.5-2 വർഷക്കാലം ഇപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും ഈ മൈറ്റി മിറക്കിൾ, 5 അപ്പവും 2 മീനും കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിക്കുന്നു, 7 അപ്പവും കുറേ മീനും കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിക്കുന്നു. ഇത്രയുമായിട്ടും ഈ അപ്പമില്ലാഞ്ഞതാണ് അവരുടെ വിഷയം. ഗൗരവമേറിയ സീരിയസ് ആയിട്ടുള്ള വാണിങ്ങിനേക്കാൾ അപ്പത്തിൻ്റെ വിഷയത്തിൽ ആ ഹൃദയം കലങ്ങുന്നത്. ആ വിഷയം കർത്താവ് പറയാണ്, നിങ്ങൾക്കിതൊന്നും മനസ്സിലായില്ലേ? ജീസസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ജീസസ് കൈകാര്യം ചെയ്യത്തില്ലേ എന്ന കാര്യം ചോദിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്, ഇവരുടെ ഹൃദയം ഇങ്ങനെ ഹാർഡൻഡായി പോകാൻ അതെന്താ അങ്ങനെ എന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ഭുതങ്ങൾ നടക്കുന്നത് നല്ല കാര്യം, അതെല്ലാം നമ്മൾ കാണുന്നത് നല്ലതാണ്. പക്ഷേ നമ്മളുടെ ഫെയ്ത്തും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അത്ഭുതങ്ങളുമായിട്ട് റിലേറ്റഡ് ആക്കുന്നതിനേക്കാൾ ഇവരെ ഇപ്പോഴും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു എന്ന നിലയിൽ മാത്രം അവരെ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ അർത്ഥം ഉണ്ടാകുന്നില്ല. അതിനപ്പുറത്തായിട്ട് അവർക്ക് ആ ഒരു ലെവലിൽ നിന്ന് ഒരു ഹയർ ലെവലിലേക്ക് യേശുവിനെ കാണാനായി ശക്തമായ ആത്മീക മുന്നറിയിപ്പിനെ തിരിച്ചറിയാതെ ഹൃദയത്തെ തടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും ഭൗതിക വിഷയമാണ്. അതെ, കാരണം ഒരു ലോഫ് ഓഫ് ബ്രെഡേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കാര്യമായിരിക്കും ഈ പറയുന്നത്. ഈ വേർഡ് പോലും ഗ്രഹിക്കാതെ വണ്ണം അവരെ ഹാർഡൻഡ് ആക്കിയിരിക്കുന്നത് അവരുടെ ഭൗതിക ആവശ്യമായിട്ടാണ് അവർക്ക് ചിന്തിക്കുന്നത്. അല്ല, അത് ഇപ്പം എല്ലായിടത്തും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും ഈ
അപ്പം തിന്നവരൊന്നും വിശ്വാസത്തിലേക്ക് വരികയൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർ മിക്കവരും പോയല്ലോ, തിരിച്ചു അവർ പോവുകയാണ്. തിരിച്ചുപോയി. അതെ. അതെ. അതുപോലെ ഞാൻ ചിലപ്പോഴാലോചിക്കാറുണ്ട്, ഈ അത്ഭുതങ്ങളാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതായ ഒരു സമൂഹം. പക്ഷേ അത്ഭുതങ്ങൾ കണ്ടിട്ടും രോഗസൗഖ്യം അനുഭവിച്ചിട്ടും കർത്താവിൻ്റെ പിന്നാലെ വരുന്നവരുടെ അംഗസംഖ്യ വളരെ കുറവാണ് ശരിക്കും. അതെ. അത് യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശുവിനെ അനുഗമിച്ചു. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരൊന്നും പ്രത്യക്ഷത്തിൽ അത്ഭുതം കണ്ടു വന്നവരല്ല ശരിക്കും പറഞ്ഞാൽ. കർത്താവിന്റെ വിളിയുടെ മുൻപിൽ വന്നവരാണ്, സമർപ്പിക്കപ്പെട്ടവരാ. അപ്പോൾ ആ രീതിയിൽ കർത്താവുമായിട്ടുള്ള ഒരു ആഴത്തിലുള്ളൊരു റിലേഷൻ ഈ കാലയളവിൽ നമുക്ക് ആവശ്യമാണ്. അത്ഭുതം നടക്കട്ടെ, കർത്താവ് രോഗസൗഖ്യം തരട്ടെ, രോഗസൗഖ്യം അനുഭവിച്ചോളൂ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നെങ്കിൽ അതവൻ്റെ മനസ്സലിവിൻ്റെ പ്രദർശനമാണ്. നമ്മൾ ഈ അത്ഭുതങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെയും നമ്മൾ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് ആളുകളെ വരുത്താൻ വേണ്ടിയല്ല. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത് എപ്പോഴും ഒരു മനുഷ്യനോടുള്ള കമ്പാഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ കമ്പാഷൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാനായിട്ട് കഴിയണം. എന്നാൽ അതുമായിട്ട് റിലേറ്റഡായിട്ട് ദൈവബന്ധം സൂക്ഷിക്കുന്നതിനകത്ത് കാര്യമായ അർത്ഥമില്ല. അതിനപ്പുറത്തേക്ക് യേശുവിനെ അറിയാനും കാണാനും ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാനും, ഇപ്പോൾ കർത്താവ് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറയുമ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്പത്തിൻ്റെ കാര്യമാണ്. ഭൗതിക കാര്യത്തിൽ ഹാർഡൻഡായി പോയിരിക്കുകയാണ്. അവിടെയാണ് കർത്താവ് അവരോട് പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ ഭൗതിക കാര്യത്തിൽ വിഷമിക്കുന്നത്? നിങ്ങൾ അനുഭവിച്ചതല്ലേ, അപ്പമില്ലാതെ വന്നപ്പോൾ എങ്ങനെയാണ് അത്ഭുതം നടന്ന് എല്ലാവരും പോഷിപ്പിക്കപ്പെട്ടത്. അപ്പോൾ കർത്താവ് അവരെ ഒന്ന് ആ വിഷയത്തിൽ അവരെ തിരുത്തുകയാണ്. ഇവിടെ ഒരു ദൂത് നമുക്കുണ്ട്. ഇപ്പോൾ ഒരു ലോഫേ അവർക്കുള്ളൂ, അത് 13 പേർക്ക് തികയത്തില്ല. ഇതാണ് അവരെ ഭാരപ്പെടുത്തുന്നത്. സ്പിരിച്വൽ ട്രൂത്ത് ഗ്രഹിക്കാതെ വണ്ണം ഈ ഭൗതിക കാര്യമാണ് അവരെ ഭാരപ്പെടുത്തുന്നത്. നമ്മളെ ഇന്ന് ഭാരപ്പെടുത്തുന്ന പല കാര്യങ്ങൾ കണ്ടേക്കാം. പക്ഷേ കർത്താവ് എന്താണ് അവിടെ ചെയ്തത്? പണ്ട് കർത്താവ് പ്രവർത്തിച്ചത് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സ് ആയവരൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തിയതാരാണ്? ഭൗതികമായിട്ടുള്ള സകല ആവശ്യങ്ങളും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങളുടെ നീഡിനെ കർത്താവ് മീറ്റ് ചെയ്തു എങ്കിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഹൃദയം ഹാർഡൻഡായി സ്പിരിച്വൽ കാര്യങ്ങളെ അവഗണിക്കുന്ന മേഖലയിലേക്ക് വരാതെ അവരവരുടെ ഹൃദയത്തെ അവരവർ സൂക്ഷിക്കുക എന്നതാണ് ഞങ്ങൾക്ക് സ്നേഹത്തോടെ പറയുവാനുള്ളത്. ഇന്ന് പ്രോബ്ലമുണ്ട്, അത് ശരിയാണ്, എല്ലാവർക്കും പ്രോബ്ലമുണ്ട്. പക്ഷെ തിരിഞ്ഞ് നമ്മൾ നോക്കണം, എങ്ങനെയാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നത് എന്ന്. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇത് തന്നെയല്ലേ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്? 400 വർഷം ബന്ധിച്ച ബന്ധനത്തെ ദൈവം 10 ബാധകൾ അയച്ച് അത്ഭുതകരമായി വിടുവിച്ചു. പക്ഷെ മാറായുടെ വിഷയം വരുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. ആഹാരത്തിൻ്റെ വിഷയം, വെള്ളത്തിൻ്റെ വിഷയം വരുമ്പോൾ പ്രശ്നമാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട ജനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയവും ദൈവം കൈകാര്യം ചെയ്യും എന്ന വിശ്വാസവും ഉറപ്പുമാണ് നമ്മൾക്ക് ഏവർക്കും ഉണ്ടാകേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് സാജു ബ്രദറെ. ശിഷ്യന്മാരെ ദൈവവചനം എത്ര സത്യസന്ധമായിട്ടാണ് അവരുടെ ബലഹീനത വെളിപ്പെടുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. തീർച്ചയായും. അല്ലാതെ ഇവർ അങ്ങ് ഭയങ്കര സൂപ്പർ, അവർക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു, ഒരു ബലഹീനത ഇല്ലായിരുന്നു, അങ്ങനെ നമ്മൾ തോന്നരുത്. നമ്മളെപ്പോലെയുള്ള മനുഷ്യരായിരുന്നു. അവരെ കർത്താവ് സ്നേഹിച്ചു, അവരെ കർത്താവ് ട്രെയിൻ ചെയ്തു, അവരെയാണ് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചത് എങ്കിൽ ബലഹീനരായി തുടരാനല്ല. കർത്താവ് ഈ തിരുത്തലുകൾ വചനത്തിലൂടെ നമുക്ക് തരുമ്പോൾ അത് ഏറ്റെടുത്ത് ബലഹീനതകളെ അതിജീവിച്ച് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹത്തിലേക്ക് കടന്നു വരികയും കർത്താവ് നമ്മളെ എല്ലാവരെയും ഉപയോഗിക്കുവാനും താല്പര്യപ്പെടുന്നു. ബലഹീനരായ സാധാരണക്കാരായ ആളുകളിലാണ് കർത്താവിൻ്റെ കൃപ പകർന്ന് കർത്താവ് ഉപയോഗിച്ചത് എന്ന ഈ തരുണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഈ എപ്പിസോഡിൽ മുന്നോട്ട് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. അത്
2 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു മിറക്കിൾ നടക്കുന്നു. അത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി അവൻ്റെ മേൽ കൈവച്ച് നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈ വെച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം നടക്കുന്ന ഒരു അത്ഭുതമാണ്. ബെത്സയിദയിലാണ് ഇത് നടക്കുന്നത് എന്ന് ഇവിടെ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. സജു ബ്രദറെ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം നടന്ന മറ്റൊരു അത്ഭുതമാണ് നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലെ ഒരു മിറക്കിൾ നമ്മൾ കണ്ടത്. അവിടെ ഡെഫ് ആൻഡ് മ്യൂട്ടായിട്ടുള്ള ഒരാളിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ശരിക്കും ഈ 2 മിറക്കിൾ നമ്മൾ ചേർത്ത് പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പാരലലായി കിടപ്പുണ്ട്. ആളുകൾ രോഗികളെ കൊണ്ടുവരുന്നു, കർത്താവ് എന്നിട്ട് സാധാരണ ഹീൽ ചെയ്യുന്ന പോലെ അല്ല ഹീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കമ്പാരിസൺസ് കാണാൻ കഴിയും. ഞാൻ ഇത് വായിക്കുമ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ഹൃദയം കഠിനപ്പെട്ട ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കുക, ചെവി തുറക്കുക, നിങ്ങളുടെ ചെവി തുറന്നിട്ടില്ലേ, കണ്ണ് തുറന്നിട്ടില്ലേ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ കണ്ടു. ഇതിന് ശേഷം നടക്കുന്നത് ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നു, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു, അതിനുശേഷം നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ കണ്ണും പാർഷ്യലായിട്ടേ തുറന്നിട്ടുള്ളൂ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് തുറന്നു. പക്ഷെ പിന്നീട് കർത്താവ് ക്രൂശ് മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത്രയും വെളിപ്പാട് കിട്ടിയിട്ടില്ല. അപ്പം അതിനൊരു നല്ല ഇലിസ്ട്രേഷനായി മാർക്ക് എന്ന ഇവാഞ്ചലിസ്റ്റ് ഇതിനകത്ത് ഇത് രേഖപ്പെടുത്തിയതായിട്ടും ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ അത്ഭുതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സാജു ബ്രദർ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ഇത് കർത്താവ് എന്തായി ഒറ്റയടിക്ക് സൗഖ്യമാക്കാത്ത, ഇതന്നെ ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ആത്മീക കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അത് സംബന്ധിച്ചോ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും നമ്മളിവിടെ കാണുന്ന ഒന്നാമത്തെ കാര്യം, ഇവര് കർത്താവിൻ്റെ അടുക്കലേക്ക് അവർ കൊണ്ടുവരുന്നു. നമ്മൾ കണ്ടതുപോലെ ഈ കുരുടനെയും മറ്റേ നമ്മൾ നേരത്തെ കണ്ട വിക്കനായ ചെകിടിനെയും ജനങ്ങൾ കൊണ്ടുവരികയാണ്. പക്ഷെ ജനങ്ങൾ രണ്ടുപേരും ജനങ്ങളുടെ നിലയിൽ അവരോട് കർത്താവിനോട് പറയുന്നുണ്ട്, നീ തൊടണം, അല്ലെങ്കിൽ സജഷൻസ് അവർ കൊടുക്കുന്നു. രണ്ടിടത്തും അത് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ സജഷൻ, അതായത് ഇവർ കൊണ്ടുവന്നു എന്നുള്ളത് ഇവരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായ കാര്യമാണ്. കാര്യം നമ്മളെയൊക്കെ ചുമതലയാണ് പ്രയാസത്തിലിരിക്കുന്നവരെ, പ്രതിസന്ധിയിലിരിക്കുന്നവരെ കർത്താവിന് മാത്രമേ ഇവരെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യണമെന്ന് പറയാനോ സജഷൻസ് കൊടുക്കാനുള്ള അവകാശം ശരിക്കും നമുക്കില്ല. അത് കർത്താവാണ്. ഓരോരുത്തരോടും യുണീക്കായിട്ടാണ് ദൈവം ഇടപെടുന്നത്. ഹിതമാണത്. അതെ, എങ്ങനെ ഇടപെടണമെന്നുള്ളത് തീർച്ചയായും അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് തന്നെ നമ്മൾ കണ്ടാലേ മതിയാകുകയുള്ളൂ. അങ്ങനെ കർത്താവ് ചെയ്യുന്ന എന്താണ്? കർത്താവ് 2 കൂട്ടരെയും ഈ 2 അത്ഭുതത്തിലും മർക്കോസ് 7:33 അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ 8:23 അവൻ കുരുടന്റെ കൈ പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. രണ്ടിടത്ത് ഒരേ കാര്യമാണ് ചെയ്യുന്നത്. അതിനകത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവിൻ്റെ മിക്കപ്പോഴും ഉള്ള ഇടപെടൽ പരസ്യമായിട്ട് സൗഖ്യമാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ കർത്താവ് ഒരു പേഴ്സണലൈസ്ഡ് ടച്ച്, ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാകുന്നുണ്ട്. അത് വേറെ ആരുടെയും മുമ്പിലല്ലാതെ. ഇവിടെ രണ്ടിടത്തും ഉണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കർത്താവ് അവനെ മറ്റേ കുരുടന്റെ കാര്യത്തിൽ അവൻ്റെ നാവിൽ തൊട്ടു, തൊട്ടു, അവന്റെ ചെവിയിൽ
വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. ഇവിടെ അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇത് രണ്ടിടത്തും ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഇതൊക്കെ പബ്ലിക്കിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദൈവത്തിന്റെ പല ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങളെ കേൾക്കുമ്പോഴും ചില ഇടപെടലുകളൊക്കെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മളിപ്പം പൊതുവെ ആളുകളെല്ലാം സംസാരിക്കും, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരിധി വരെ അത്ര മാന്യമല്ലാത്ത കാര്യങ്ങൾ പോലും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പ്രദർശിപ്പിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഏറ്റവും മറ്റുള്ള നോട്ടത്തിൽ എന്താണ് അറപ്പുളവാക്കുന്നതായ കാര്യങ്ങൾ പോലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് സ്വാഭാവികമായ ആളുകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെ ആയിരിക്കണമെന്ന് പറയാൻ പറ്റില്ലെന്ന് തന്നെയല്ല, അത്ര മാന്യമല്ലാത്ത രീതിയിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോഴും അത് നമ്മൾ വിക്കനായ ചെകിടൻ്റെ കാര്യത്തിൽ അവൻ സകലതും നന്നായി ചെയ്യുന്നു. ചെവിയിൽ വിരലിടുന്നതും നാവിനെ നാവിനെ തൊടുന്നതും ഒന്നും ഹ്യൂമൻ വേയിൽ നല്ലതായിരിക്കണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അത് നല്ലതാണ്. ഹീ ഈസ് ഡൂയിങ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഞങ്ങളെ കേൾക്കുന്ന പല ആളുകളും മറ്റുള്ളവരുടെ മുമ്പിലൊന്നും മിണ്ടാൻ പോലും, ഇതൊന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഏറ്റവും ലജ്ജാകരമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കുന്നുവെങ്കിൽ, അത് നിങ്ങൾക്ക് അനുഭവിക്കുന്നുവെങ്കിൽ അതിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യം മനോഹരമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല എന്ന് തന്നെയല്ല. ഒടുവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം ഇതായിരിക്കും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ നമ്മൾ കാണുന്നത് അവൻ സകലതും നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഗ്രാജുവൽ ഹീലിംഗ്, അതാണല്ലോ പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം. ചില സന്ദർഭങ്ങളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീലിംഗ് ഉണ്ട്, ചില സന്ദർഭങ്ങളിൽ ഹീലിംഗ് ഗ്രാജുവൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും, എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു കുരുടനൊക്കെ വന്ന് അന്നേരം തന്നെ സൗഖ്യമാകുന്നത് എത്ര സ്ഥലത്ത് നടക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ സൗഖ്യമാകാത്തത് ഇപ്പോൾ? അപ്പോൾ യേശു സൗഖ്യമായതിനകത്തും ഗ്രാജുവൽ ഹീലിംഗ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയായിരിക്കും. കാരണം ഇങ്ങനെയും ഹീലിംഗ് ഉണ്ട് എന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഗ്രഹിക്കേണ്ടതായിരിക്കാം. അല്ലാതെ കർത്താവിനെ പോറ്റി അടിക്ക് സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട്, അവിടുത്തെ ശക്തിയൊന്നും ചോർന്നു പോയിട്ടില്ല. ഇൻസ്റ്റന്റ് ഹീലിംഗ് മാത്രമല്ല, ഗ്രാജുവൽ ഹീലിംഗും ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല സാജു ബ്രദറെ, ഒരു സിസ്റ്റത്തിൽ കർത്താവ് റിസ്ട്രിക്റ്റഡ് അല്ല, ഇങ്ങനെ തന്നെ ആവർത്തിക്കണം അങ്ങനെയൊന്നുമില്ല. അവിടുത്തെ ഹിതമാണ് ഓരോ കാര്യങ്ങളിൽ. അത് പല കാര്യങ്ങളും സാജു ബ്രദർ മുമ്പേ പറഞ്ഞ പോലെ നമ്മളും മനസ്സിലാകുന്നില്ല, പക്ഷേ അവിടുന്നെല്ലാം നന്നായി ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം, മറ്റേ വിക്കനായ ചെകിടൻ്റെ അടുത്തും പറയുന്നത് നീ ഇതാരോടും പറയരുതെന്നാണ്. അതെ, ഇവിടെ അത് പറയുന്നുണ്ട്, നീ ഊരിൽ പോലും കടക്കരുതെന്ന്. അങ്ങോട്ട് പോയി ഒന്നും പറയണ്ട. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ ജനത്തോട് പറഞ്ഞാൽ ബെത്സൈദക്കാരനല്ലെന്നാ തോന്നുന്നത്. കാരണം അങ്ങോട്ട് പോകണ്ട, പക്ഷെ വീട്ടിൽ പൊക്കോളം. അതെ അതെ. അപ്പൊ ഒരു പക്ഷെങ്കിൽ അവിടുത്തുകാരനല്ല. മാത്രമല്ല പിറവിയിലെ കുരുടനാണെന്നും തോന്നുന്നില്ല. കാരണം ഇദ്ദേഹം ആളുകളെ മനുഷ്യരാണെന്നും, പക്ഷെ മനുഷ്യർ നടക്കുന്ന വ്യത്യാസമില്ല. അപ്പം ഹി ഹാസ് സീൻ, ഹി ഹാസ് ആൻ ഐഡിയ. അപ്പോൾ ഇവിടെ കടക്കരുത്, ഊരിൽ പോലും കടക്കരുത് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇന്നൊക്കെ എന്തെങ്കിലും ഒരു സൗഖ്യം ഉണ്ടായാൽ കൊണ്ടു നടന്ന് സാക്ഷി പറയിക്കും. അതാണല്ലോ ഇവിടുത്തെ ആരെങ്കിലും, ഞാൻ പ്രാർത്ഥിച്ച് ആരെങ്കിലും ഒരാൾ സൗഖ്യമായി കഴിഞ്ഞാൽ പിന്നെ നടന്ന് സാക്ഷി പറയിക്കുകയാണ്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, നീ ഊരിൽ പോലും കടക്കരുത് എന്ന് പറയുന്നു. അതായത് കർത്താവ്, എൻ്റെ ഒരു ചിന്ത, ഈ അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവിനെ ആളുകൾ അറിയണമെന്ന് കർത്താവ് ആ രീതിയിലല്ല ആഗ്രഹിക്കുന്നത്. പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എപ്പോഴും കർത്താവിനെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ ക്രൂശിലൂടെയാണ്. അഥവാ അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അല്ലാതെ ഒരു മിറക്കിൾ വർക്കറായിട്ട് മാത്രം യേശുവിനെ ജനങ്ങൾ കാണരുത് എന്ന് കർത്താവിന് നിർബന്ധമുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു എന്ന് പറയുന്നത് അവിടുത്തെ വാസ്തവത്തിൽ ക്ലിയർലി അറ്റ് എ ഡിസ്റ്റൻസ് പൂർണ്ണ ഹീലിംഗ് തെളിഞ്ഞു കാണുന്നു എന്ന ഒരു കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ആത്മീയ ആപ്ലിക്കേഷൻ, സംടൈംസ് വി നീഡ് എ സെക്കൻഡ് ടച്ച് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഞങ്ങൾ കൈമാറുന്നു.
ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോൾ ഈ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് എവരിവൺ.